ഞാൻ ബീന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെൽഫ് ലവിനെ കുറിച്ചാണ്. സെൽഫ് ലവ് എന്നാൽ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സെൽഫ് ലവും സെൽഫിഷ്നെസ്സും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. സെൽഫ് ലവ് സെൽഫിഷ്നെസ് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് സാധാരണ. എന്നാൽ സെൽഫ് ലവ് എന്ന കോൺഫിഡൻസിൻ്റെ നട്ടെല്ലാണ്. സെൽഫ് ലവ് ഇല്ല എങ്കിൽ നമുക്ക് തന്നെ ഒരു മതിപ്പില്ല നമ്മളെപ്പറ്റി. സാധാരണയായിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് പറയുന്നതാണ് നമുക്ക് ആരും വില തരുന്നില്ല എന്ന്. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും ശക്തയായ ഒരു വ്യക്തി ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാകും. നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മളെ തന്നെ പരിഗണിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് സെൽഫ് ലവിന് ആക്കം കൂട്ടാനായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാം. ആദ്യമായിട്ട് നമുക്ക് ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് നമുക്ക് ഒരുപാട് ട്രോമാസിൽ ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഇനി എന്താണ് വരാൻ പോകുന്നത് ഇവയെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ സന്തോഷമായിരിക്കുന്നു, അത് മാത്രം ചിന്തിച്ചാൽ മതി. രണ്ടാമതായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. നമ്മൾ സാധാരണയായി മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാറുണ്ട്. അത് എപ്പോഴും സെൽഫ് ലവ് ഇല്ലാതാക്കാനേ നമ്മളെ ഉപകരിക്കുകയുള്ളൂ. പിന്നീട് സെൽഫ് കെയർ. നമുക്ക് നമ്മളെ തന്നെ നമ്മളുടെ ശരീരം ഹെൽത്തി ആയിരിക്കാനും നമ്മൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അത്യാവശ്യത്തിന് മേക്കപ്പൊക്കെ ചെയ്തൊന്ന് പെർഫ്യൂമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സെൽഫ് ലവ് കൂടും. പിന്നീട് ഉള്ളതാണ് നമുക്ക് നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മിറർ തെറാപ്പി. മിറർ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ, എപ്പോഴാണ് ഫ്രീ ടൈം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ മിററിന് മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ആ മിററിലേക്ക് നമ്മളെ നോക്കിക്കൊണ്ട് ഐ ലവ് യു എന്ന് പറയാൻ സാധിക്കണം. ആദ്യകാലത്തൊക്കെ ഞാനിത് പറയുന്ന സമയത്ത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു, ഇത് പറയാൻ സാധിക്കുന്നില്ലായിരുന്നു. പിന്നീട് ഒരു കുറച്ചുനാൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് എന്നിലേക്ക് എത്താൻ കഴിഞ്ഞു. കാരണം ഞാൻ അതിനകത്ത് നോക്കുമ്പോൾ ഞാൻ തന്നെ തോന്നും, കുഴപ്പമില്ലല്ലോ, ഞാൻ സൂപ്പറാണല്ലോ എന്നെനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എന്ന്. അതെൻ്റെ സെൽഫ് ലവ് കൂടിയതിൻ്റേതാണ്. ഇതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി പറയാൻ സാധിക്കും. സെൽഫ് ടോക്ക് നമുക്ക് ദിവസം പറഞ്ഞില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളുടെ ചെറുതായാലും വലുതായാലും നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി നമുക്ക് സ്വയം പറയാം. അപ്പോൾ നമുക്ക് തന്നെ തോന്നും, നമ്മൾ കുഴപ്പമില്ല, നമ്മൾ എന്തൊക്കെയോ നേടിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മളിലുണ്ടാക്കും. ഇതെല്ലാം തന്നെ നമ്മൾക്ക് സെൽഫ് ലവ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഇവയെല്ലാം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.